ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണി വെച്ചാലോ? എങ്ങനെ പെട്ടെന്നൊരു ബീഫ് ബിരിയാണി ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കണ്ട, കാരണം അച്ഛൻ അന്ന് 500 ബീഫായിരുന്നു കൊണ്ടുവന്നേ. അപ്പം തോന്നിയാണ് ബിരിയാണി വെച്ചാലോ എന്ന്. 500 ബീഫും 1 കിലോ റൈസും, കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഈ കഴുകി വെച്ച ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ച് വെക്കുക. പിന്നെ 2 സാധനം കൂടി ചേർക്കാനുണ്ട്, അത് വരാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്നതിന് ശേഷം അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച 2 സ്പൂണ് അതിടുക. അതിന് ശേഷം കുറച്ച് തൈരും കൂടി ഒഴിക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഇത് മിനിമം വെക്കണം. അച്ഛാ, വെക്കുന്നത് അതിനനുസരിച്ചാണ് ഇതിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ. ശേഷം ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിയും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ആവശ്യമുള്ള നമുക്ക് വേണ്ടത്ര അണ്ടിയും മുന്തിരിയും ഇടുക. ഞാനിവിടെ അണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ. മുന്തിരി എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. മുന്തിരീൻ്റെ മധുരം ഇങ്ങനെ ബിരിയാണീൻ്റെ കൂടി കഴിക്കുന്നേരം ഭയങ്കര ടേസ്റ്റാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഇത് കോരി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയാണ് ഇതാക്കേണ്ടത്. ഞാൻ ടോട്ടലി ഇവിടെ ഒരു 4 ഉള്ളിയാണ് എടുത്തത്. അതിൽ 2 ഉള്ളി ഞാൻ പൊരിച്ചിട്ടാണ് ഇടുന്നത്, 2 ഉള്ളി അല്ലാണ്ട് മസാലയിലേക്കുമാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അരി അളക്കാൻ ഉപയോഗിച്ച അതേ പാത്രത്തിലാണ് നമ്മൾ വെള്ളം അളന്നെടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് പട്ടയും ഗ്രാമ്പൂ ഏലക്ക ഇട്ടിട്ട് അത് അടുപ്പത്ത് വെക്കുക. ശേഷം നമ്മൾ ഉള്ളി, ഈ 2 ഉള്ളി നൈസായിട്ട് അരിഞ്ഞാണ് അത് നമുക്ക് പൊരിച്ചെടുക്കുന്നത് കുറച്ചുകൂടി ബീഫിന് കുറച്ചുകൂടി ഫ്ലേവർ കൂട്ടും. അപ്പോൾ 2 ഉള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്ത് വെക്കുക. ഇങ്ങോട്ടേക്ക് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കട്ടോ. ശേഷം ഇതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഒരു റൈസിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണിത്. പൊരിക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി മാത്രം മതി. അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് ഈ അരിക്ക് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതില്ല, അതൊരു സ്പൂണ് മതി കേട്ടോ. അതിട്ട് കൊടുക്കുക. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയില്ലേ, അത് ഇതിലേക്ക് തട്ടാം. 2 സാധനവും തട്ടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെക്കേണ്ടത് കേട്ടോ. പിന്നെ കുത്തി മറിച്ച് ഇളക്കി കളയരുത്, കാരണം അരി പൊട്ടിപ്പോവും. നമ്മളൊന്ന് കോരിയാണ് അങ്ങനെയാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി ഇളക്കി എടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് അരി ഒട്ടിപ്പിടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ. പിന്നെ നേരത്തെ കുഴച്ച് വെച്ചത് നമ്മൾ കുക്കറിൽ മാറ്റിയിട്ട് അടുപ്പത്ത് വയ്ക്കുക ബീഫ് കേട്ടോ. ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചാണ് നമുക്ക് വിസിലിൻ്റെ എണ്ണം വരുന്നത്. ഇവിടെ ഞാൻ 3 എണ്ണം ഹൈ ഫ്ലെയിമിലും 4 എണ്ണം ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്.
പിന്നെ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നേരാണ് നമ്മൾ ബാക്കി അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടത് കേട്ടോ അരി. പിന്നെ കുറേ നേരത്തേക്ക് എടുക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് അങ്ങനെ വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് അടപ്പൊന്നും തുറക്കരുത്. ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നാൽ മതി. പിന്നെ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് ബാലൻസ് ഉള്ള 2 ഉള്ളി ഇട്ട് വഴറ്റാം. കാരണം ഇവിടെ ഞാൻ 500 ബീഫല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആ 2 ഉള്ളി മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഉപ്പ് ഉണ്ടെങ്കിൽ ഉള്ളീൻ്റെ അകത്തുള്ള വെള്ളം പെട്ടെന്ന് വറ്റി അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇവിടെ ഞാനൊരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അടച്ച് വെച്ചിട്ടും പിന്നെ വീണ്ടും തുറന്ന് അടച്ച് അങ്ങനെ ഇളക്കി അത് വേവിച്ചെടുക്കുക. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നമ്മൾ വെച്ച വിസിലിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ആ എയർ തന്നെ അങ്ങനെ വെക്കണം. എന്നതിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി നമ്മൾ പിന്നെ പൊടികളും ഒക്കെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ബീഫ് മസാല അതും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യാനുസരണമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം അതിനകത്ത് മല്ലിയിലയും പുതിന ഇലയും അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ബീഫില്ലേ, നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. പിന്നെ ആവശ്യാനുസരണം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഏകദേശം ബീഫ് ആയിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. എന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ദമ്മിടാനുള്ള സെറ്റപ്പ് നോക്കാം. ബാക്കി ദമ്മിലാണ് വേവുക. ഇതിന് കുറച്ച് പുളിപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി തൈര് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ചില്ലേ, 2 ഉള്ളി മുഴുവനായിട്ട് പൊരിച്ച് വെച്ചില്ലേ, അതിൻ്റെ പകുതി നമ്മൾ ഈ മസാലയിലേക്ക് ഇടുക കേട്ടോ. കാരണം ഈ ഉള്ളി പൊരിച്ച ഉള്ളി ഇതിലേക്ക് മസാലയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. കാരണം ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഉള്ളീന് കാരമലൈസ് ചെയ്ത ഉള്ളീൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. ബാക്കി പകുതി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി തുറന്ന് നോക്കാം. അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ കിട്ടും ഇങ്ങനെ ചെയ്താൽ. കാരണം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല, നല്ല ഇതിൽ കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് ദമ്മ് ഇടാം. ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് അണ്ടി മുന്തിരിയും പിന്നെ ബിരിയാണി മസാലയും ഉള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ ഇടാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ മല്ലിച്ചപ്പും പുതിനയും ഇടാൻ മറന്നുപോയി. കാരണം എല്ലാ മല്ലിച്ചപ്പും പുതിനയും ഞാൻ ഫസ്റ്റത്തെ ഈ മസാലയിലേക്ക് അങ്ങ് ഇട്ടുപോയി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് യെല്ലോ കളറിൽ കണ്ടില്ലേ, അത് ബീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. അത് കുറച്ചുകൂടി റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ദമ്മിടാം. എന്നിട്ട് കുറച്ച് വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോകും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല വാസന ഉണ്ട് കേട്ടോ. എന്നിട്ട് റൈസ് മാറ്റി വെക്കാം കേട്ടോ. റൈസ് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ അടിയിലേക്കുള്ള മസാല. ഇതേ കണ്ടോ, നന്നായിട്ട് മസാല ഇതിൻ്റെ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ പിന്നെ ദമ്മ് ഇട്ടപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുതിന ചമ്മന്തിയും
പിന്നെ തൈരും സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലിട്ടിട്ട് അടിച്ച് മാറാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.